യേശുവിൻ്റെ ജനനശേഷം യേശുവിനെ മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ട് നസറത്ത് എന്ന സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. യോസഫിൻ്റെയും മറിയയുടെയും ലളിതമായ വീട്ടിൽ യേശു ഒരു സാധാരണ ബാലനായി വളർന്നു. യോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നതിനാൽ യേശുവും ചെറുപ്പം മുതലേ ആ ജോലിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. അവൻ തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഒരു യഹൂദ കുടുംബത്തിൽ വളർന്നതിനാൽ യേശു പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് അന്നത്തെ ആരാധനാലയമായ സിനഗോഗുകളിലായിരുന്നു. അവൻ ദൈവവചനങ്ങളെക്കുറിച്ച് പഠിച്ചു, എല്ലാ ആചാരങ്ങളും പാലിച്ചു. യേശുവിന് 12 വയസ്സായപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും പോകുന്നത് പോലെ വലിയ പെരുന്നാളായ പെസഹയ്ക്ക് യെരുശലേമിലെ മഹാദേവാലയത്തിലേക്ക് അവനെ കൂടെ കൊണ്ടുപോയി. പെരുന്നാൾ കഴിഞ്ഞ് തിരികെ യാത്ര ചെയ്യുമ്പോൾ യേശു കൂട്ടത്തിലുണ്ടെന്ന് കരുതി യോസഫും മറിയയും മുന്നോട്ടു പോയി. പിന്നീട് അവനെ കാണാനുണ്ടെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ പേടിച്ച് തിരികെ യെരുശലേമിലേക്ക് ഓടി വന്നു. 3 ദിവസത്തെ അലച്ചിലിന് ശേഷം അവർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവിടെ മുതിർന്ന വേദപണ്ഡിതന്മാരുടെയും ഗുരുക്കന്മാരുടെയും നടുവിലിരുന്നു കൊണ്ട് യേശു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും തിരിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. അവൻ്റെ ഉത്തരങ്ങളും ബുദ്ധിയും കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അമ്പരന്നുപോയി. തന്നെ അന്വേഷിച്ച് വിഷമിച്ചെത്തിയ അമ്മയോട് യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ആയിരിക്കേണ്ടത് ആവശ്യമല്ലയോ? ഈ സംഭവത്തിന് ശേഷം യേശു നസറത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. അവൻ ശാരീരികമായും ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവനായും വളർന്നു.